ഒരു കൂട്ടം കുടുംബശ്രീ അംഗങ്ങൾ ആറ്റുനോറ്റ് നെൽകൃഷി ചെയ്തു. വിളവെടുക്കാറായപ്പോൾ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചതോ 3.5 ഏക്കർ പാടത്തെ കൃഷിയാണ്. കർഷകർക്ക് ബാക്കിയായത് കണ്ണുനീർ മാത്രവും. കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ 21-ാം വാർഡിലെ ഒരു കൂട്ടം കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. പുതുപ്പാടി പഞ്ചായത്തിലെ പട്ടരുമാട് ഭാഗത്ത് 3.5 ഏക്കർ സ്ഥലത്തായിരുന്നു ഏതാനും കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് പ്രതീക്ഷയോടുകൂടി നെൽകൃഷി ആരംഭിച്ചത്. 3.5 ഏക്കർ സ്ഥലത്ത് നിലമുഴുത് വിത്ത് വിതച്ച് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. വിത്ത് വിതച്ച ശേഷവും ഓരോ ദിവസവും വയലെത്തി കള പറിച്ചും വളം നൽകിയും വിളവെടുപ്പിനായി കാത്തിരിക്കുമ്പോഴാണ് കാട്ടുപന്നികളുടെ വിളയാട്ടം. പന്നികൾ കൂട്ടത്തോടെ വന്ന് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇവരുടെ അധ്വാനത്തെ നിഷ്ഫലമാക്കിയത്. പന്നി ചവിട്ടി മണിയൊക്കെ ഇതാക്കി കൊയ്യാൻ കിട്ടാതെ എല്ലാം ചവിട്ടി അമർത്തി ഇട്ടിട്ട് അതിൽ കിടന്ന് കളിച്ച് അതിൽ മലവിസർജനവും ചെയ്ത് മണത്തിട്ടാണ് കുനിഞ്ഞ് നിൽക്കാനും വയ്യ. ഇപ്പം കാട് വെട്ടും പോലെ വെട്ടി വാരി കൂട്ടിയിരിക്കുക ഞങ്ങൾ. കുടുംബശ്രീയിൽ വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് കുടുംബശ്രീ പ്രവർത്തക ലീലയുടെ നേതൃത്വത്തിൽ പട്ടരുമാട് ഭാഗത്ത് 3.5 ഏക്കറിൽ നെൽകൃഷി ഇറക്കിയത്. ലീല മുമ്പും ഇതേ സ്ഥലത്ത് വാഴകൃഷിയും കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്തിരുന്നെങ്കിലും അന്നും കാട്ടുപന്നികൾ വിളവെടുപ്പിന് മുമ്പ് തന്നെ കൃഷി നശിപ്പിച്ചിരുന്നു. 10,000 രൂപ കൊടുത്ത് ഒരു 1.5 ഏക്കർ സ്ഥലം അതുപോലെ വാടകയ്ക്ക് എടുത്ത് വാഴ വെച്ചു, കപ്പ വെച്ചു. പഞ്ചായത്തിൽ നിന്ന് മഞ്ഞൾ, ചേന, കാച്ചിലൊക്കെ തന്നിരുന്നു. ഒരു സാധനം കിട്ടിയില്ല. അത് മുഴുവനും പന്നി തിന്ന്. ഇല പോലും ആ 10,000 രൂപ മുടക്കിയിട്ടും പണിക്കാരെ വിളിച്ച് കൂലി കൊടുത്തിട്ട് ഒരില മുറിച്ചെടുക്കാൻ പോലും എനിക്ക് കിട്ടിയില്ല. പ്രദേശത്ത് കാട്ടുപന്നികൾ നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നിരന്തരം പരാതി നൽകിയിട്ടും ആരും സഹായത്തിന് വരുന്നില്ലെന്നും ലീല പറയുന്നു. കാട്ടുപന്നികളെ തുരത്താൻ ഷൂട്ടർമാരുടെ സഹായം തേടിയെങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൃഷിക്കായി കുടുംബശ്രീയിൽ നിന്നും മറ്റുമായി എടുത്ത വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.